പര്യത്തുകാവ് ഉന്നതിയിൽ 8 കുടുംബങ്ങൾക്ക് പട്ടയം നൽകണം. CPM, KSKTU, പട്ടികജാതി ക്ഷേമ സമിതി എന്നിവരുടെ സംയുക്തമായ നേതൃത്വത്തിലാണ് അവിടെ സമരം ആരംഭിച്ചത്. പട്ടയം നൽകണം എന്നുള്ളതാണ് ആവശ്യം. ഈ പട്ടയം നൽകണം എന്നുള്ള ആവശ്യം നിങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ ഈ 2022 വിധി വന്ന ശേഷം മുൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ കൃത്യമായിട്ട് പുറമ്പോക്ക് കണ്ടെത്തണം, 19.25 ഏക്കറും അളന്നു തിട്ടപ്പെടുത്തണം. പുറമ്പോക്കിൽ താമസിക്കുന്നവർക്കാണല്ലോ അതുമായി ബന്ധപ്പെട്ട ആരൊക്കെ, അനധികൃതമായി താമസിക്കുന്നവർ ആരൊക്കെ എന്ന് കണ്ടെത്തണം. അവിടെ താമസിക്കുന്നവർക്ക് സർക്കാർ ഭൂമിയിൽ അന്തസ്സോടെ താമസിക്കാൻ നിയമപരമായ പരിരക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ. എന്നിട്ട് അളക്കാൻ വരുന്ന ഓരോ ഘട്ടത്തിലും നാട്ടുകാരും ആ പ്രദേശവാസികളും അതിനെ എതിർത്തുകൊണ്ടിരുന്നു. എന്നാൽ അവരോട് പറയണ്ടേ, ഈ അളക്കുന്നത് പട്ടയം തരാനുള്ള നടപടികളുടെ ഭാഗമാണ്, ഞങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമാണ്, നമുക്ക് കൂട്ടമായി അതിനുവേണ്ടി പരിശ്രമിക്കാം, നിങ്ങൾ ഇതിനോട് സഹകരിക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുമായി ഒരു ചർച്ച നടത്തുന്ന ശ്രമം ഇതിന്റെ ഭാഗമായി ഏതെങ്കിലും സമയത്ത് നമ്മൾ കണ്ടിരുന്നു? ഈ 3 കൊല്ലത്തിനടക്ക് 10 കൊല്ലം വിട്ടേക്കും 2022 ശേഷം കണ്ടിരുന്നു? അതല്ല ഉദ്ദേശം. ഈ 10 വർഷക്കാലം മുട്ടിന് പട്ടയമേള നടത്തിക്കൊണ്ടിരുന്ന ഒരു സർക്കാരാണ്. എന്തുമാത്രം ഫ്ലെക്സ് അടിച്ചു വെച്ചതാ? ആ സമയത്തൊന്നും PV ശ്രീനിജൻ എന്ന് പറഞ്ഞ മുൻ MLA-യോ ഈ സർക്കാരോ ഈ പാരിയത്തുകാവ് ഉന്നതിയിലെ ഈ പാവപ്പെട്ട കുടുംബങ്ങളെ കണ്ടില്ലേ? നിങ്ങൾ അതിദരിദ്രരെ മുക്തമാക്കിയെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇവരെന്താ അതിസമ്പന്നരായിരുന്നോ? അപ്പൊ ഈ മുക്തമാക്കിയതിൽ ഇവർ പെട്ടില്ലേ? പട്ടയം പോലും ഇല്ലാതെ പുറമ്പോക്കി കിടക്കുന്ന മനുഷ്യരാണെന്ന് പറയുന്ന ഇവരെ നിങ്ങൾ കണ്ടില്ലേ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എല്ലാ സംവിധാനങ്ങളുമുള്ള സർവ്വപ്രതാപത്തോടെ വാഴുന്ന പിണറായി വിജയൻ സർക്കാർ കേരളം ഭരിച്ച കാലത്ത് റവന്യൂ വകുപ്പിന് ഈ 19 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തി അതിൽ പുറമ്പോക്കി കിടക്കുന്ന ആരാ, അല്ലാത്തത് ആരാ, കരമടിക്കുന്ന ആരാന്ന് കണ്ടുപിടിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? പാവപ്പെട്ട മനുഷ്യരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുട്ടിയിടാൻ വേണ്ടി കേരളയിൽ പദ്ധതി കൊണ്ടുവന്ന് അടിച്ച് കേസെടുത്ത ആളുകളല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് ഈ 15 സെന്റിമീറ്ററിന്റെ സ്കെയിൽ വെച്ചിട്ടാണോ നിങ്ങൾ സർവേ നടത്തിയത്? ഇതുവരെ പൂർത്തിയായില്ല എന്ന് പറയാൻ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.